ഗൈസ്, ഇന്ന് 2 കാര്യങ്ങളാണ് നടന്നേക്കുന്നത്. ഒന്ന്, ആൾട്ടിയുടെ ബർത്ത്ഡേയും രണ്ടാമത്തത് എൻ്റെ ഫോൺ കളഞ്ഞു പോയതും. അപ്പം ഇന്ന് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോണെയാണ്. സാധാരണ ഇന്നലെ എന്നായിരുന്നു ബർത്ത്ഡേ? ശരിക്കും ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഇന്നായിപ്പോയി. ഒരു 24 മണിക്കൂർ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അവൾക്ക് സർപ്രൈസ് ആവും, എന്തായാലും സർപ്രൈസ് ആയി. പിന്നെ ഇവന്മാരെ അവൾക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ, അവന്മാരാണ് കേക്കായിട്ട് പോണത്. അപ്പോൾ എന്തായാലും അവൾ സർപ്രൈസ് ആവും. പിന്നെ വീട്ടിൽ കയറ്റില്ലല്ലോ, നിങ്ങൾ എന്ത് ചെയ്യും? ഇവരെ വീട്ടിൽ കയറ്റില്ല, ഞങ്ങൾ റൂമിൽ കിടക്കും, ഇവർ നേരെ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഞങ്ങൾ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി വെയിറ്റ് ചെയ്യണതാണ് അവളുടെ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ അവൾ ആട്ടിത്തുപ്പി ഇറക്കി വിടും, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വെയിറ്റിങ്. ഇൻട്രോയില് പറഞ്ഞു ഇവരെ പറ്റിയുള്ള അതെ ഇല്ലേ, സത്യം പറയട്ടിനകത്ത് ആൽക്കഹോൾ ഉണ്ട് തോന്നണല്ലേ. നല്ല ഊള കേക്ക് ആൾട്ടിക്ക് വാങ്ങിച്ചതുകൊണ്ട് ഇത്രയൊക്കെ മതി. ഗൈസ്, ഞങ്ങൾ അറിയാണ്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. എടി അത് ഞങ്ങൾക്കുള്ളതല്ലേ? എടാ ഞങ്ങൾ എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയോ? ബർത്ത്ഡേനെ പറ്റി 2 വാക്ക് സംസാരിക്കും. സന്തോഷം, തൃപ്തിയായി, വളരെ. ഇതിനെ പറ്റിയല്ല, ബർത്ത്ഡേനെ പറ്റി. 30 വയസ്സായില്ലേ, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? 26 അവർക്ക് 26 വയസ്സിനെ പറ്റി എന്താ പറയാനുള്ളത്? പറയേ. സന്തോഷം, സമാധാനം, തൃപ്തി. ഇത്ര ഉള്ള എന്തെങ്കിലും പറയടി. എന്ത് ഉപദേശിക്കാനുള്ളത് ഞങ്ങളെ പോലെ കുഞ്ഞു പിള്ളേർക്ക്? ഇവിടെ ആൾക്കാർ കേക്കാൻ നിപ്പുണ്ട്, ഉപദേശം കേക്കാൻ നിപ്പുണ്ട് പിള്ളേര്. പറയ്, ഉപദേശിക്ക്. നീ ഉപദേശിക്ക, എങ്ങനെ ജീവിക്കണം എന്ന് പറ. എങ്ങനെയൊക്കെ ജീവിച്ച് നല്ല ജീവിതത്തിലെത്തണം. ഇരവ് പോനതും കനവ് പോനതും മണ്ണല്ലേ ഇരേ കണ്ണേ ഇമൈ തൊടാതെ കൺ ഇങ്ങും അങ്ങുമേ തേട് ആയ പാടിയ കണ്ണനല്ലയോ ആശ വെപ്പതും അൻപതുല്ലയോ ആയ പാടിയ കണ്ണനല്ലയോ ആശ വെപ്പത് അൻപതുല്ലയോ പാവം രാധ യമുനയാഴല നീലക്കാഴല കണ്ണനോടുക ആട പാട് പൂത്തിത് പാട് പാട്ടിത് പവരാധ ആട. കാണിക്കേ. ഇല്ല, 2 പേർക്കും അറിയാം. അമ്മ കളിക്കല്ലേ? ചിക്കുട്ടില്ല. അപ്പൊ 10 എണ്ണം അവളിട്ട പോലെ ഇങ്ങനെ ഇടണം. ഇട്ടോ അമ്മൂനെ പാടില്ല. ഇന്നലെ അമ്മൂന്റെ പാട്ട് കേട്ടിട്ട് കഷ്ടം പറ്റി ശവം. നമുക്ക് ശവത്തിന് തുടങ്ങാം. ഇന്നും നിന്നെ വിക്കിയോടെ ഇവള് ഇപ്പിറങ്ങുമായിരിക്കും. വായി നോക്കാൻ നിക്കുന്നു. കോഴിക്കോട് മറ്റേ ന്യൂസ് ചാനൽ ക്യാമറമാൻ ജീവനോടോ
എന്തായിരുന്നു അനുഭവം എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എടാ നിന്നെ വെയിറ്റ് ചെയ്യണമായിരുന്നു ചെല്ലി. ഹലോ കടക്കില്ലടാ ഇവളെ കൂടെ കേട്ട് അവനെന്നെ അവിടെ തള്ളിയിട്ട് പ്രശ്നിച്ചതായിരുന്നു. ഹായ് ബിരിയാണി ഉണ്ടാക്കാൻ പോണം. Guys, ഇവിടെ ഞാനാണ് മെയിനായിട്ട് പണിയെടുക്കണത്. ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണാണ്. അപ്പൊ എനിക്ക് അതിന്റെ തിരക്കായതുകൊണ്ട് വീഡിയോന്റെ പകുതി വെച്ചിട്ട് കാണാം. അപ്പൊ ഇനി കുക്ക് ചെയ്യാനുള്ള സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. ഇതൊക്കെ എനിക്കറിയണം. ഞാനാ പഠിപ്പിച്ചു കൊടുക്കണത് ഗൈസ്. അങ്ങനെ തന്നെ. പാത്രം ഇളക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കട്ട് ചെയ്യാൻ. മല്ലിയിലേക്ക് നമ്മൾ കഴിച്ചതെല്ലാം മേടിക്കത്തില്ല. 95 സെന്റ് ഇങ്ങനെ നിൽക്കുക. ബിരിയാണി ചോറും റൈസും മിക്സായ ചിക്കനും. എങ്ങനെയുണ്ട് ഇഷ്ടീനി? എടുത്തോ. എന്നെ കുറച്ചേരം പിടിച്ചിരുത്തിയായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസ് സോസ് ഉണ്ടോ? പിടിക്കരുത് പിടിക്കാം. എടി പിടിച്ചിങ്ങനെ തിന്നു. ഇത് പുറത്തോട്ട് എടുത്തിട്ട് നമുക്ക് എടി പകുതി അന്നതിങ്ങോട്ടാ. ഗൈസ് എന്റെ സിഗ്നേച്ചർ ഡിഷ് ഞാൻ കണ്ടുപിടിച്ച്. തിന്നോക്ക്. ടേസ്റ്റ് പറ. ആ എടാ, തിന്നിട്ട് പോടാ. ഇല്ല അവൻ തിന്നു. എങ്ങനെ ഉണ്ടല്ലോ? ഓക്കെ അതാണ് കൈപുണ്യം. അല്ലാണ്ട് എന്ത് പറയാൻ. നൂഡിൽസ് മാഗി അല്ല, ചിക്കൻ നൂഡിൽസ്. ചിക്കൻ